ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് പാൽപ്പാടയിൽ നിന്ന് എങ്ങനെയാണ് നെയ്യ് ഉരുക്കിയെടുക്കണതെന്ന് കാണാട്ടാ. അതിനായിട്ട് ഞാൻ കുറച്ച് 10-20 ദിവസത്തോളമായിട്ട് പാല് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അത് ഫാനിൻ്റെ ചോട്ടിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേലെ പാട ചൂടും. ആ എടുത്ത് പാട മാത്രം എടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് സൂക്ഷിച്ച് വെക്കുകയായിരുന്നു. അപ്പം എല്ലാ ദിവസവും വരണ പാട ഇതുപോലെ പാൽപ്പാട ഇതുപോലെ എടുത്ത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കും. അങ്ങനെ ഫ്രീസറിൽ വെച്ച് ഇപ്പോൾ 10-20-25 ദിവസത്തോളമായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ഗ്ലാസ് നിറച്ച് പാട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനി എങ്ങനെയാണ് നെയ്യാക്കാൻ നോക്കാം. അതിനായിട്ട് ഐസ് വാട്ടറാണ് എടുക്കേണ്ടത്. ഐസ് വാട്ടറിലിട്ട് 2 പ്രാവശ്യം കഴുകി ഇങ്ങനെ പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കണം. അത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കഴുകണത് കേട്ടോ. എടുത്ത് പിഴിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കയ്യിലൊക്കെ ഇപ്പം നല്ലോണം നെയ്യ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് അത് ഒരു ഫ്രൈ പാനിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അത് സ്പീഡിൽ എടുക്കണ കാരണമാണ് ആയത്തിൽ പതുക്കെ അതിനെ ഇളക്കി എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ നല്ല സ്പീഡിലിട്ടേക്കാണ്. ഇപ്പം നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ ഇതെല്ലാതും നല്ലോണം മൊരിഞ്ഞ് വരണം. ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇത്തിരി വീഡിയോ പിടിച്ചുണ്ടാക്കണത് കാരണം ഓഫ് ചെയ്യാൻ മറന്നുപോയി. ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്യാൻ മറന്നു. അപ്പോൾ ഇത്തിരി മൊരിച്ചലൊക്കെ അങ്ങോട്ട് കൂടി ചെറുതായിട്ട് കളർ വ്യത്യാസം വന്നുട്ടാ. ഇതുപോലെയാണ് തെളിഞ്ഞ് വരിക. അപ്പോൾ ഞാൻ കാണിക്കുമ്പോൾ നല്ല ഇതുപോലെ നല്ല തെളിഞ്ഞ് നല്ല യെല്ലോ കളറിലുള്ള നെയ്യായിട്ടാണ് വരിക കേട്ടോ. എൻ്റെ നെയ്യ് ഇത്തിരി ചതിച്ചു. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കാത്ത കാരണം. അപ്പം എല്ലാവരും നല്ല രീതിക്ക് തന്നെ ഇത് ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ താങ്ക് യു.